ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജഞ്ചനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കങ്കുവ ഇത്രയും നേരം കാത്തിരുന്നത് ഈ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി. ഇന്ന് രാവിലെ മുതൽ ഈ ഒരു ടൈം ആവണ വരെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇതിന് ട്രെയിലർ വരിക, കാണുക. അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്. ഇന്നലെ വന്ന പോസ്റ്റർ ആണെങ്കിലും എല്ലാം കിടലായിരുന്നു. ട്രെയിലർ വരുമ്പോൾ എന്തായിരിക്കും ഇവരിതിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് എന്നറിയാനാണ് കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മോ, റെഡി. நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத மர்மம் വിരുന്നരുந்த വാരീരോ. சாவிறங்குற மாதிரி மேலே இறங்கி அவன் அந்த மண்டையோட்ட ரத்தத்தை நிரப்பி அரத்திக்கு கொண்டு வா. பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். விளை பெருமாச்சி மண்ணே. உன் ரத்தமும் என் ரத்தமும் வெவ்வேறா. Emotions, yes. அறுபட்டியன் சிரம் மண்டுருண்டாலும் உருளும் முன் நெற்றியும் முழங்காலும் மண் தொடா மண்டீரா. ஷோ இந்த பயனோடு ശിവ, ഡയറക്ടർ ശിവ ഇതിലൂടെ ഒരു മാസ്റ്റർ പീസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര ഗംഭീരമായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോ ഇന്ന് കണ്ടൊരു കമന്റ്, ഇപ്പോ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. ഇന്ന് ഈ കങ്കുവയുടെ ട്രെയിലർ വരുന്നോടുകൂടി മാർട്ടിനൊക്കെ എടുത്തൊരു സൈഡിലേക്ക് മാറ്റിയേക്കുന്നു. സത്യമാണ് കേട്ടോ. ഇത് എന്താണ് ഇത്? ബ്രഹ്മാണ്ടം, എപ്പിക് വിഷ്വൽസ് മാത്രമല്ല, ഇതിലെ ഡയലോഗ് ഡെലിവറി ഒക്കെ പറയുകയാണെങ്കിൽ ഓരോന്ന് പറയണം. ആദ്യം ബോബി ഡിയോളിനെ കാണിച്ചല്ലോ, അത് തന്നെ ഭയങ്കരം പൊല്ലം സീനാണ്. ആ ഒരു ജസ്റ്റ് അയാളുടെ ഒരു ഫുൾ ഒരു ക്ലോസപ്പ് വെച്ചപ്പോ തന്നെ നമ്മളൊരു മൊബൈലിലെ സ്ക്രീനിൽ കണ്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ തിയേറ്ററിലെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും ആലോചിക്കണം. പിന്നെ പുള്ളിക്കാരുടെ ഡയലോഗ് ഡെലിവറി ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. അതേപോലെ എന്തോ ഒരു സുട്ട് രക്തം വീഴുതുക്കുള്ളത് അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് കങ്കോ ഇങ്ക വരണമെന്ന് പറഞ്ഞ വേറൊരാള്. അത് ഇതിലെ ഫൈറ്റ് സീക്വൻസ്, യുദ്ധം കാണിക്കണം എന്നൊക്കെ ഭയങ്കരമായിരിക്കും കേട്ടോ. ശരിക്കും എപ്പിക്. ആ കടലിലൊക്കെ എന്താ കാണിച്ചിരിക്കണത്, ഇത് കടലിലും കരയിലും ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഭൂമിയിൽ മുഴുവനായിട്ട് ഒരു പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കടലിൽ എന്ന് പറഞ്ഞാൽ കുറെ ഷിപ്പ് വരുന്നതും, നമ്മൾ ഈ പൈററ്റ്സ് ഓഫ് കരീബിയൻ അതായിട്ട് കമ്പയർ ചെയ്യില്ല, അത്ര ആ സിനിമയിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ ഷിപ്പും കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽസ് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കുറച്ച് സിനിമയാണല്ലോ ഈ പൈററ്റ്സ് ഓഫ് കരീബിയൻ. അത് ഒരു 95% ആളുകളും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും മറ്റേതിനെ അപേക്ഷിച്ച്. അപ്പൊ അതിലൊക്കെ ഈ നൈറ്റ് ഷോട്ടുകൾ കാണിക്കുന്ന ആ ഷോട്ടിനൊരു ഭംഗിയുണ്ട്. ആ ഇരുട്ടില് ആ വണ്ടി ഇങ്ങനെ വരുന്നതും ആ കടലിന്റെ ഒരു കളറും അതൊക്കെ രാത്രി കാണുന്ന ഒരു ഫീൽ ഉണ്ട്. നമുക്ക് ആ വലിയ ഒരു
എന്താ പറയാ, അത്രയും വലിയ സാഗരത്തിനുള്ളിൽ നിൽക്കുന്ന കപ്പലും അതിലാളുകളും അവിടെ നടക്കുന്ന യുദ്ധങ്ങളും അങ്ങനത്തെ ഒരു സീൻ ഇതിൽ കാണിച്ചു. അതൊക്കെ ശിവ എന്റെ മോനെ. ഇതില് ഡയറക്ടറിനെ അഫ്കോഴ്സ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു വിഷൻ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ശിവയാണ്, അല്ലാതെ വെറുതെ ഡയറക്ഷൻ മാത്രമല്ല, എഴുതിയിരിക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. സോ ഇങ്ങനൊരു ഒരു കണ്ടന്റ്, അത് ഇങ്ങനെ വലിയൊരു സിനിമ 2.5 മണിക്കൂറിന്റെ സിനിമ ആക്കി സ്ക്രിപ്റ്റ് എഴുതിയതിന് ഹാറ്റ്സ് ഓഫ്. ഫസ്റ്റ് പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റുള്ളൂ. 2, ഈ സിനിമയിലെ സിനിമോട്ടോഗ്രഫി ചെയ്തിരിക്കുന്നത് അത് ഭയങ്കരമാണ്. ആൻഡ് ആർട്ട് വർക്കിനെ നമുക്ക് ഒരിക്കലും എടുത്ത് കളയാൻ, ഒരു പക്ഷേ ഈ നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡ് ഓഫ് കോഴ്സ് നാഷണൽ അവാർഡിലേക്കൊക്കെ ഒരു പക്ഷേ വരാൻ സാധ്യത കാണുന്ന സിനിമ. കാരണം ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഇനിയും ഒരു പക്ഷേ മത്സരത്തിന് വന്നേക്കാം. അതുകൊണ്ട് ഇത് മാത്രം നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷെ ആർട്ട് വർക്ക് ഭയങ്കരമായിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ കടലിന്റെ ഒരു സാധനം തന്നെ എനിക്ക് ആ വിഷ്വൽ ഇങ്ങനെ എപ്പോഴും ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നെ സൂര്യയുടെ ഡയലോഗ് ഡെലിവറി എന്താണ്, രക്തവും വെവ്വേറെ നീങ്ങില്ലേ, അയ്യോ ഓ രോമാഞ്ചം കേട്ടോ, ഭയങ്കര സാധനമായിരിക്കും ഇത്. 10-ാം തീയതി സിനിമ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാത്തിരിക്കുന്നത്. തിയേറ്ററിൽ സിനിമ വന്ന് കാണാനുള്ള ആവേശം ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു സിനിമയുടെ ഫസ്റ്റ് വിജയം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ അപ്ഡേറ്റ് മുതൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ അങ്ങോട്ട് ഇങ്ങനെ ഇറക്കുന്ന അപ്ഡേറ്റുകളൊക്കെ മുകളിൽ നിൽക്കുക പറഞ്ഞ് ഭയങ്കര കാര്യമാണ്. ആദ്യ ഒരു സാധനം വന്നു, ഗ്ലിംസ്, അതിന്റെ മുകളിൽ ഒരു ഗ്ലിംസ് വന്നു, അതിന്റെ മുകളിൽ എന്റെ അടുത്ത ലുക്കുകൾ വന്നു, അതിന്റെ മുകളിൽ ബോബിഡികളുടെ കുറച്ച് സംഭവങ്ങൾ വന്നു, അതിന്റെ മുകളിൽ ഇതിന്റെ ടീസർ വന്നു. ഇപ്പൊ ഇതേ ഏറ്റവും സൂപ്പർ ആയിട്ടൊരു സാധനം ഈ ട്രെയിലർ കാണുമ്പോൾ വേറെ സംഭവമുണ്ട്. മാസ് അല്ലെങ്കിൽ എപ്പിക് ഇങ്ങനെയൊക്കെ ഇതിലപ്പുറം ഇതിലെ വിഷ്വൽ ട്രീറ്റ് ആണ്. അത് ഓഫ്കോഴ്സ് അത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അതല്ലാതെ ഒരിക്കലും നമ്മൾ മൊബൈലിൽ OTT ഒന്നും ആരും കാത്തിരിക്കരുത്. ദയവേത് സിനിമാ പ്രേമി ആണെങ്കിൽ ദയവേത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയാൻ തോന്നുന്നു. കാരണം അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ് ഈ ട്രെയിലറിൽ പോലും ഈ 2 മിനിറ്റ് 38 സെക്കൻഡേ കാണണം അതിൽ പോലും നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞു എന്ത് എനിക്ക് അത് ഞാൻ വിട്ടുവരെ പോയി. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ട് സാധനം ഉണ്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. കാരണം അപ്പോഴേക്ക് കുറെ വിഷ്വൽസ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഇങ്ങനെ ഓരോരോ സാധനങ്ങളാണ് കയറി വരുന്നത്. അപ്പൊ ഈ സൂര്യ ഈ ഡയലോഗ് ഡെലിവറി ചെയ്തിരിക്കണതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ സാധനം എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതിനകത്തായിരുന്നു. അതായത് ഭയങ്കര രസമുണ്ട്. ഇത് കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. അപ്പോ ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടിയും അല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കുന്ന സംഭവങ്ങളും ഇതൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള സാധനം എന്നൊക്കെ അവിടെ മാറ്റി വെച്ചാൽ തുടക്കത്തിൽ ഒരു ലേഡി ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ അമ്മയോ അല്ലെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ഏതോ ഒരു ലേഡി ക്യാരക്ടറിന്റെ വോയിസ് ഓവറിൽ കുറച്ച് സീൻസ് കാണിച്ചല്ലോ. അപ്പോഴുള്ള ഫ്ലൂട്ടും അപ്പോഴുള്ള ആ മ്യൂസിക്കും അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. മാത്രമല്ല അപ്പൊ നമുക്ക് ഇനി ഫീൽ ചെയ്തത് ഒരു ക്ലാസിക് സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു മാസ് എന്ന് മാത്രം പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എപ്പിക് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സാധനമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. കുറെ ഇവരുടെ ഇമോഷൻസ് പറഞ്ഞു പോകുന്ന, ഇതിൽ പറയുന്നുണ്ടല്ലോ അഗ്നിപർവ്വതം പൊട്ടി ഒലിച്ചിട്ട് ഇത് ഈ വംശം മുഴുവൻ നശിച്ചു പോവുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോ അത്തരത്തിലൊരു സംഭവം കാണിക്കുമ്പോൾ ഈ കങ്കുവൻ എന്ന് പറയുന്ന ആളും അയാളുടെ ആ ഒരു സമൂഹവും തമ്മിലുള്ളൊരു ബോണ്ടിങ് ഭയങ്കരമായിരിക്കും. അപ്പൊ ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കും കങ്കുവൻ വന്നിട്ട് ഈ യുദ്ധം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം നശിച്ചു പോയി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇമോഷൻസിന്റെ ഒരു കടന്നുകയറ്റം ഭയങ്കരമായിട്ട് ഇതിൽ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഓരോ ക്യാരക്ടറിനും. എസ്പെഷ്യലി ഈ കങ്കുവിന് സംഭവിക്കുന്നത് എന്താണ് അത് കണ്ടറിയണം. അതിനുശേഷം ഈ പ്രസന്റിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ആ ഒരു സൂര്യയുടെ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ പേരൊന്നും പുറത്തങ്ങനെ അല്ലാണ്ട് വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. സോ ആ ക്യാരക്ടറിന് എന്തായിരിക്കും, അയാൾ നെഗറ്റീവ് ക്യാരക്ടർ ആണോ, അയാളാണോ വില്ലൻ, ഒന്നും ഒരു ഐഡിയ ഇല്ല. സോ ഇത് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ കൂട്ടിയിട്ടുള്ളത്. അത്രയ്ക്ക് കൂടുതൽ ആ ഒരു ആവേശം കൂട്ടാൻ ഈ ട്രെയിലറിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇത് ഒന്നും കൂടി ഒന്ന് ഇരുന്ന് കാണണം മര്യാദയ്ക്ക്.